അവിട്ട നക്ഷത്രം. അവിട്ട നക്ഷത്രത്തിന്റെ അരഭാഗം മകരത്തിലും പിന്നെ അരഭാഗം കുംഭത്തിലുമാണ്. അപ്പോൾ മകരൻ രാശിയിലുള്ളവർക്ക് ഏഴരശനിയൊക്കെ കഴിഞ്ഞു എങ്കിലും കുംഭൻ രാശിയിലുള്ളവർ രണ്ടിലായിരുന്ന ജന്മശനി ആയിരുന്നത് രണ്ടിലേക്ക് പോകുന്നു. അപ്പൊ അവർക്ക് ഏഴരശനി കഴിഞ്ഞിട്ടില്ല, അവർക്ക് രണ്ടിലാണ് ശനീശ്വരം വരുന്നത്. പക്ഷെ അവർക്ക് വ്യാഴം നല്ലതാണ് ഇവിടെ. അപ്പൊ വ്യാഴം വന്ന് നിൽക്കുന്നത് 5-ാം ഭാവത്തിലാണ്, മിഥുന രാശിയിലായിരിക്കും. പക്ഷെ രാഹു ഇവരുടെ കൂടെയുണ്ട്. ഈ കുംഭക്കൂറിലുള്ള വിട്ട നക്ഷത്രക്കാർക്ക് ഇത്തിരി ദോഷങ്ങൾ ഉണ്ടാക്കും. മകരക്കൂറിലുള്ള വിട്ട നക്ഷത്രക്കാർക്ക് വലിയ ദുരിതങ്ങളൊന്നുമില്ല, മുന്നോട്ട് പോകാനായിട്ട് അവരുടെ ഏഴരശനിയൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇവരും വാക്കിനെ വളരെ ശ്രദ്ധിക്കുക. പിന്നെ നടന്നു പോകുമ്പോൾ പോലും തട്ടിട വീഴാതെയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, തെന്നി വീഴാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. രാഹു കൂടെയുള്ളതുകൊണ്ട് സ്കിന്നിലെ രോഗങ്ങളെ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ 7-ാം ഭാവം കേതുവാണ്. 7-ാം ഭാവത്തിൽ കേതു വരുമ്പോൾ ഭർത്താവിൻ്റെ ഭാവമാണ് നമുക്ക് കേതു. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കുകൾ അതൊന്നും ഉണ്ടാവാതെ നമുക്ക് ശ്രദ്ധിക്കണം. അപ്പം മുൻകൂട്ടി ഇത് അറിയാലോ കേതുവാണ്. അപ്പം അല്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടാക്കുക, അതും നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. പക്ഷെ വ്യാഴം നിങ്ങൾക്ക് 5-ലുണ്ട്. അപ്പോൾ വിളിച്ചാൽ ഈശ്വരൻ വരുന്നുണ്ടെന്ന് അവിടെ. അപ്പോൾ വിളിച്ചാൽ വിളിപ്പുറത്താണ് നമ്മളിരിക്കുന്ന ദേവത. ഇപ്പം നിങ്ങൾ ഏത് ഉപാസനാമൂർത്തിയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ തൊട്ടപ്പുറത്തുള്ള ശിവനെയാണെങ്കിലും വിഷ്ണുവിനെയാണ് ഗണപതിയെയാണ് ആരെയാണ് ആരാധിക്കുന്നതെങ്കിലും അവർ ആ സമയത്ത് നമുക്ക് വരും, വേണ്ടത് തോന്നിക്കാനും ഒക്കെ. പക്ഷെ ഏഴരശനിയാണെന്നറിയണം. ആ ശനീശ്വരൻ നമുക്ക് 2-ാം ഭാവത്തിലേക്ക് വരുന്നു. 2 എന്ന് പറയുന്നത് നിധി, കോശം, വാക്ക്. അപ്പോൾ വാക്കുകളൊക്കെ വളരെ സൂക്ഷിക്കുക. വാക്ക് ഇപ്പോൾ വ്യാഴൻ്റെ ക്ഷേത്രമാണ്. പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യപ്പെട്ട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടാതെ ആയിപ്പോവും. അപ്പം ആ വാക്കിനാണ് അവിടെ അളന്ന് വർത്തമാനം പറയേണ്ടത്. ഗുരുവിൻ്റെ വാക്കാണ്. ആ ഗുരുവിൻ്റേതായിട്ടുള്ള രാശിയിലാണ് നമുക്ക് ശനീശ്വരൻ ഇരിക്കുന്നത്. കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾക്കും വലിയ പ്രതിസന്ധിയൊന്നുമില്ലാതെ ഈ പ്രാവശ്യം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം ശിവനെയാണ് ഇവിടെ നന്നായിട്ട് ഭജിക്കേണ്ടത്. വാക്കുകൾ വളരെ കൃത്യമായിട്ടുണ്ടാവണം. രോഗാവസ്ഥകൾ മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിൽ രുദ്രാഭിഷേകം കൊടുക്കുക. വ്യാഴത്തിന് പറ്റത്തക്ക വഴിപാട് ചെയ്യുക. നവഗ്രഹങ്ങൾക്ക് ഗ്രഹപൂജ ചെയ്യുക. ഇതാണ് അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ കുംഭക്കൂറിലുള്ളവർ ചെയ്യേണ്ടത്. മകരക്കൂറിലുള്ളവർക്ക് വലിയ പ്രതിസന്ധിയൊന്നുമില്ല. അവർക്ക് ഏറ്റവും നല്ലൊരു രാശിയാണ്. ശിവനെ പ്രാർത്ഥിക്കുക. വ്യാഴത്തേക്ക് പ്രാർത്ഥിച്ചാൽ അവരെ വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ കുംഭത്തിലും മകരത്തിലുള്ള അവിട്ട നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്.